ഗവർണറുടെ ബില്ലുകൾ തടഞ്ഞുവെക്കുവാനുള്ള അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. നിയമം പണബില്ലുകൾ പോലും തടയാൻ സാധ്യതയെന്ന് കോടതിയുടെ നിരീക്ഷണം. ഇത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷണം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഗവർണറുടെ ബില്ലുകൾ തടഞ്ഞുവെക്കുവാനുള്ള അധികാരത്തിലാണ് ഇപ്പോൾ കോടതി വളരെ വ്യക്തമായ രീതിയിൽ തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മറ്റെന്തെല്ലാം നിരീക്ഷണങ്ങളാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അബ്ദുൾ റഷീദ്, ഇപ്പോൾ ഗവർണറുടെ ബില്ലുകൾ തടഞ്ഞുവെക്കുവാനുള്ള അധികാരത്തിലാണ് ഇപ്പോൾ കോടതി ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് പണബില്ലുകൾ പോലും തടയുവാനുള്ള ഒരു സാധ്യതയായിട്ടാണ് കോടതി മുന്നോട്ട് വെക്കുന്ന ഒരു നിരീക്ഷണം. ഗവർണറുടെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ കോടതി നിരീക്ഷണത്തെ കോടതി പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? മറ്റ് നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരുന്നു കോടതിയുടെ? സിന്ധൂരി, രാഷ്ട്രപതി നൽകിയിട്ടുള്ള റഫറൻസിന് മേലുള്ള വാദങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് നടക്കുന്ന വാദത്തിൽ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഇത്തരത്തിൽ ഗവർണർമാർക്ക് ഈ ബില്ലുകൾ പിടിച്ചുവെക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വാദം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിലാണെങ്കിൽ, ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തും ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന സമീപനം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു അധികാരം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഈ പ്രവർത്തനത്തെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമത്തിൽ ഈ നിയമത്തിൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തന്നെയും അത് പണമിടപാടുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ തന്നെയും തടഞ്ഞു വെക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുകയുമുണ്ട്. ഈ ഒരു സാധ്യത എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തെ ആകെ ബാധിക്കുമെന്നുള്ള നിരീക്ഷണം കൂടി ഇപ്പോൾ ഈ അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ബെഞ്ചിന്റെ അംഗമായിട്ടുള്ള BS നരസിംഹ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ ഗവർണർ അധികാരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ളവരുടെ വാദമാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ നടത്തണമെന്നുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് സുപ്രീം കോടതി കടന്നിരിക്കുന്നത്. അബ്ദുൾ റഷീദ്, ഈ ഗവർണറുടെ അമിതമായ അധികാരം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഭരണത്തിനകത്ത് ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ അത് സംസ്ഥാനങ്ങളുടെ ഭരണത്തെ പൂർണ്ണമായും തന്നെ ബാധിക്കാം. അതുമാത്രമല്ല, ഇത്തരം ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത്, ഈ ഗവർണറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തടഞ്ഞു വെക്കുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. പണബില്ലുകളെ പോലും അത് ഗൗരവതരമായി ബാധിക്കുന്നു എന്നൊരു നിരീക്ഷണമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ ഖണ്ഡിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള പോയിന്റുകളാണ് ഇപ്പോൾ ഈ ഗവർണറുടെ ഇടപെടലിനെ അനുകൂലിക്കുന്ന വാദം നടന്നുകൊണ്ടിരിക്കുന്നത്? സിന്ധൂരി, പ്രധാനമായും ഈ ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതി നേരത്തെയും നടത്തിയിട്ടുള്ളത്. കാര്യം ഈ ഭരണഘടന ഇത്തരത്തിൽ അനുച്ഛേദം 200 പ്രകാരം ഈ ബില്ലുകൾ പിടിച്ചുവെക്കാനുള്ള ഒരു അധികാരം ഗവർണർമാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നേരത്തെയും ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പമായി ബന്ധപ്പെട്ട അഭിഭാഷകർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഈ ബില്ലുകൾ കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കുകയാണെങ്കിൽ, അതായത് ഈ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ സംസ്ഥാനത്തിന്റെ ഭരണവ്യവസ്ഥയും അതോടൊപ്പം മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും സാരമായി ബാധിക്കുമെന്നുള്ള നിരീക്ഷണമാണ് ഇന്ന് സുപ്രീം കോടതി പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഇത്തരത്തിലുള്ള അധികാരം അത് എന്തിന്റെ ഈ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനുള്ള കാരണം കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സുപ്രീം കോടതിയും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിശദമായിട്ടുള്ള വാദം നൽകാൻ ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഇന്ന് സാധിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൾ റഷീദ്, BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന കേന്ദ്രം പലപ്പോഴും ഗവർണറെ മുന്നോട്ട് വെക്കുന്നത് അവരുടെ ഒരു ചട്ടുകമായിട്ടാണ്. അത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ കോടതിയുടെ നിരീക്ഷണം ഒരു വിലങ്ങുതടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. കാര്യം നേരത്തെ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലുള്ള ഒക്കെ തന്നെയും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണ അസ്ഥിരത കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ BJPയും അതോടൊപ്പം കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ശ്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹർജിയും അതോടൊപ്പം പിന്നീട് ഈ റഫറൻസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുമുള്ള കേസുകൾ സുപ്രീം കോടതിക്ക് മുൻപിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങൾക്കും അതോടൊപ്പം ഗവർണർമാരുടെ ഈ
പ്രവർത്തനങ്ങളിലും അധികാരത്തിലൊക്കെ തന്നെയുമുള്ള റഫറൻസിന് മേലുള്ള ഈ ഒരു വാദങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലുള്ള ഈ ഭരണത്തിൽ ഒരു അസ്ഥിരത കൊണ്ടുവരാനുള്ള ശ്രമത്തെ ചെറുത്തു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെയും അതോടൊപ്പം മറ്റു മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. ഈ ബില്ലിനെ അല്ലെങ്കിൽ ഈ പ്രതികൂലിച്ചുകൊണ്ടുള്ള, അതായത് ഈ നിയമം ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനെ പ്രതികൂലിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇത്തരത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിനകത്തെ വിവിധ പ്രതിപക്ഷ സംസ്ഥാനത്തിനകത്തെ ഭരണത്തിലെ ഒരു അസ്ഥിരത കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. അതിനെതിരെയുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇതിനെ പ്രതികൂലിച്ചുകൊണ്ടുള്ളവരുടെ ഒരു വാദം മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഗവർണറുടെ ബില്ലുകൾ തടഞ്ഞുവെക്കുവാനുള്ള അധികാരത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വിധിയിലുള്ള വാദം ഇപ്പോഴും കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.